തൃശ്ശൂരിൽ തന്നെ വിപിൻ സി വിജയനുമുണ്ട്. വിപിൻ, പാലക്കാട്ടെ ആദ്യ പരിപാടിക്ക് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുക. പക്ഷേ തൃശ്ശൂരിലും പാലക്കാടിലും സമാനമായ നിലയിൽ തന്നെ രാവിലെ മുതൽ ആളുകൾ എത്തുന്ന നിലയാണോ ഉള്ളത്? ഇപ്പോൾ എവിടെയാണ് വിപിൻ സി വിജയൻ ഉള്ളത്? അവിടുത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഷിത, ബി.ജെ.പിക്ക് ഒരു എം.പിയെ സമ്മാനിച്ച സ്ഥലമാണ് തൃശ്ശൂര്. അതുകൊണ്ട് തന്നെ ഇത് എ ക്ലാസ് മണ്ഡലമായി എല്ലാ കാലത്തും ബി.ജെ.പി കരുതുന്നതുമാണ്. അവിടേക്കാണ് ഇതാ ഇപ്പോൾ നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ എത്താൻ പോകുന്നത്. അതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഇതിപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നതിനുള്ള എല്ലാ വഴികളും അത് പൂർണ്ണമായും പോലീസിന്റെ സുരക്ഷയിലാണ്. പോലീസിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോഴും ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ മണികണ്ഠനാൽ പ്രദേശത്താണ്. അതായത് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ 900 മീറ്റർ ആണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അത് ഇങ്ങനെ മണികണ്ഠനാൽ നായ്ക്കനാൽ വഴി ബിനി ജംഗ്ഷൻ അങ്ങനെയാണ് പോകുന്നത്. അതിന്റെ ഒരു വശത്ത് പരമാവധി ആളുകളെ നിർത്തുക, അതല്ലെങ്കിൽ അത് കവിയുമ്പോൾ മാത്രം സ്വരാജ് റൗണ്ടിന്റെ ആ പ്രദേശത്തേക്ക് കൂടി ഈ പ്രവർത്തകരെ അനുഭാവികളെയൊക്കെ നിർത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ഒരു ബി.ജെ.പിയുടെ കൊടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്വരാജ് റൗണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനും സാധിക്കും. അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ 2500ഓളം പോലീസുകാരാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ആളുകളൊക്കെ വന്ന് നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ നിന്ന്. നേരത്തെ തന്നെ വന്ന് ഇവിടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ് അല്ലേ? അത്രയ്ക്കുണ്ട്, അത്രയ്ക്കെത്തി. തൃശ്ശൂർ കിട്ടുന്നതാണ് എന്ന് തോന്നുന്നു. തോന്നലേ ഉള്ളോ? വോട്ടല്ലേ നിങ്ങളെ മനസ്സില്ല, നിങ്ങൾ പറയില്ലല്ലോ. ഉറപ്പായിട്ട് തൃശ്ശൂർ പത്മനാഭ്. അപ്പോൾ കനത്ത വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രജീൻ ഇതാ ആളുകളൊക്കെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 4:30 കൂടി ആയിരിക്കും അദ്ദേഹം തൃശ്ശൂരിലേക്ക്. ശരി, വ്യക്തമാണ്. കാരണം അവിടെ പ്രധാനപ്പെട്ട നേതാവാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അപ്പൊ നേരിൽ കാണുക, അതോടുകൂടി തന്നെ ഒരുപക്ഷെ NDA ക്യാമ്പിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശം അത് ഏറ്റവും ഉയരത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.